ഡോക്ടർ ഈ ലങ്സിൻ്റെ സർജറീസ് ചെയ്യുന്നതാണല്ലോ. രോഗം വന്നു കഴിഞ്ഞാൽ ഡോക്ടർ അതിനെ ട്രീറ്റ് ചെയ്യും. പക്ഷേ രോഗം വരാതിരിക്കാൻ ഞങ്ങൾ എന്തൊക്കെയാണ് നോക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ? രോഗം വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2-3 കാര്യങ്ങൾ ഷോർട്ടായിട്ട് പറയാൻ പറ്റും. ഒന്ന്, നമുക്ക് മാസ്ക് ധരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആൾക്കാർ, ചില മരുന്നുകൾ, സ്റ്റിറോയിഡ് അങ്ങനത്തെ മരുന്നുകൾ കഴിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ ഷുഗർ, പ്രഷർ, അങ്ങനത്തെ ഷുഗർ അസുഖമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനെ പ്രായാധിക്യം കൊണ്ടോ വേറെ ഏതെങ്കിലും അസുഖങ്ങൾ കൊണ്ടോ ഒരു രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആൾക്കാരാണെങ്കിൽ പുറത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്കൊക്കെ പോകുമ്പോൾ ഒരു മാസ്ക് ധരിക്കുന്നത് ഒരുപാട് അസുഖങ്ങൾ കുറയ്ക്കാനുള്ള സാഹചര്യമാണ്. പ്രത്യേകിച്ച് കോവിഡ് പോലത്തെ അസുഖങ്ങളൊക്കെ വന്നിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അതൊക്കെ ദാറ്റ് വിൽ ബെനിഫിറ്റ് ദം. പിന്നെ പണ്ടത്തെ വില്ലൻ തന്നെ ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആൾ തന്നെ പുകവലി. അത് ഇപ്പോൾ കുറവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ജനറേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും അത് വളരെ അധികം ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ പുകവലിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മദ്യപിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് കാര്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. പുകവലിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒപ്പരിക്കുന്ന ആൾക്കാർ, പുകവലിക്കാത്ത ആൾക്കാരാണെങ്കിൽ പോലും അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ലങ്സിൻ്റെ ഒരുപാട് കേടുപാടുകളൊക്കെ പുകവലി മൂലം വരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും ന്യൂ ജനറേഷൻ പ്രശ്നം വന്നിരിക്കുന്നത് ഇപ്പോൾ വെയ്പ്പിംഗ് അങ്ങനെയുള്ള പുതിയ ടെക്നോളജി വെച്ചിട്ട് ചെയ്യുമ്പോൾ അപകടം കുറവാണെന്നുള്ളൊരു ധാരണയിലാണ് ആൾക്കാർ വലിക്കുന്നത്. പക്ഷേ എന്താ പ്രോബ്ലം ഉണ്ടാകുന്നത് വെച്ചാൽ പണ്ട് ഒരു സിഗരറ്റ് വലിച്ചിരുന്ന ആൾക്കാർ വെയ്പ്പിംഗ് ഉപയോഗിക്കുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ അളവിൽ ഉപയോഗിക്കുന്നു. ഒരുപാട് ഡാമേജ് ലങ്സിന് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് അത് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് പല സ്ഥലങ്ങളിലും ഇപ്പോൾ അത് നിരോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അതാണ് ഇപ്പോൾ ഒരു ന്യൂ ജനറേഷൻ ലെവലിൽ അത് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത്. അത് നമുക്കൊന്ന് അതും കൂടി ഒന്ന് നിയന്ത്രിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് ഇതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി നമുക്ക് ലഭിക്കുന്നതാണ്.